അപ്പോൾ ലെറ്റ്സ് ട്രൈ സം ലിത്വാനിയൻ ഫുഡ്സ്. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഇതൊന്നും ഞാൻ ഓർഡർ ചെയ്തതല്ല, ഇതെല്ലാം എനിക്ക് ക്യാൻസലായിട്ട് കിട്ടിയതാണ്. എനിക്കല്ല, എൻ്റെ ഫ്രണ്ടിന് ക്യാൻസലായി കിട്ടിയിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം ലിത്വാനിയൻ ഫുഡ്സ്. ഇവിടെ ഒരു ട്രഡീഷണൽ ഈ സംഭവം എന്ന് പറയുന്നത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവരുടെ കുറേ ട്രഡീഷണലായിട്ട് അവർ ഡ്രസ്സൊക്കെ ചെയ്ത്, ഈ ലിത്വാനിയൻസിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ വെയർ ചെയ്തിട്ട് കുക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഭയങ്കര എക്സ്പെൻസീവാണ് ഫുഡുകൾക്കൊക്കെ. അപ്പോൾ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഒരു സംഭവം, ഇതെന്തോ ഒരു ബ്രെഡാന്ന് തോന്നുന്നു, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതെന്തോ ഒരു ടൈപ്പ് ബ്രെഡ്. നല്ല ഉണക്ക ബ്രെഡ്. ഒരു വികാരവും ഇല്ലാത്ത ബ്രെഡ്. ഇതും എന്തോ ഒരു ടൈപ്പ് ബ്രെഡാണ്. ഇനി അടുത്തത് ഇങ്ങനെ എന്തോ ഒരു പാക്കിങ്ങിലാണ് വാങ്ങുന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് സൂപ്പാണ്. ഒരു സൂപ്പാണ്. എന്ത് സൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് 2 എണ്ണം ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ഒരെണ്ണം കുടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിവെള്ളം, കഞ്ഞിവെള്ളം പോലത്തെ ഒരു സംഭവം. അതിൽ കാണാൻ പറ്റുമെന്നറിയില്ല, ഉരുളൻകിഴങ്ങും കുറേ മല്ലിയിലയും പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് അങ്ങനെ ഒരു സൂപ്പാണ്. എന്നാൽ കുറച്ച് ചൂടോടുകൂടി എനിക്ക് കിട്ടിയത്. അത് ഞാൻ കുറച്ച് കഴിച്ചു. ഉരുളൻകിഴങ്ങ് വെറുതെ ഇങ്ങനെ പുഴുങ്ങി അരിഞ്ഞിട്ടിട്ടുള്ളൂ. സംഭവം കാണിയാം. ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പോർക്കാന്ന് തോന്നുന്നു. പോർക്കും പിന്നെ അവരുടെ മയനൈസും. ഞാനത് പൊട്ടിച്ചിട്ട് വരാം. അതെ, ഞാൻ കത്രിക കൊണ്ടുവന്നിട്ട് പൊട്ടിക്കാം. ഇത് കണ്ടോ, പോർക്കാണ്. ഒരു ജാതി വൃത്തികെട്ട മണം വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന്. പോർക്കല്ല, പോർക്ക് അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ എന്തൊരു തരം ബ്രെഡാ. പോർക്കിൻ്റെ ഇത് ചെറുതായി ഇട്ടുണ്ടെന്നുള്ളൂ. കണ്ടോ, എന്തോ ഒരു തരം ബ്രെഡ് എന്തോ ഇതിൽ മുക്കിയേക്കണം. സോസ് ഞാൻ പൊട്ടിക്കണില്ല, ജസ്റ്റ് മയനൈസ്, പ്ലെയിൻ മയനൈസ്. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇത് ഇവരുടെ ഒരു തരം സാലഡാണ്. ഇത് ആ മയനൈസ് തന്നെ അതിൽ കണ്ടത്. ഇത് പിക്കിളല്ല, കണ്ടോ ഈ ഐറ്റം. സ്പൂണൊന്നും എടുക്കണില്ല, ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കാം. ജാമിലിട്ടൊക്കെയാണ്. ഇതെന്തോ ചെറിയ കേട്ടോ. മധുരമാണ്, ജാം പോലെ. അത് ഇവിടെ ഈ സമ്മറൊക്കെ ആകുമ്പോൾ നന്നായി ഉണ്ടാവുന്ന ഒരു തരം ചെറിയാണ്. ഭയങ്കര സ്വീറ്റായിട്ടത്. ജാം. അത് മയനൈസ്, ഇവിടുത്തെ മയനൈസ് നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ. ഇത് മയനൈസ് അല്ല, എൻ്റെ സംശയം തെറ്റി. യോഗേർട്ട്, പ്ലെയിൻ യോഗേർട്ട്. അപ്പം അതിൻ്റെ ഉള്ളിലുള്ളത് യോഗേർട്ട് ആയിരിക്കുമോ? ഇത് പ്ലെയിൻ യോഗേർട്ട്. ഇത് യോഗേർട്ടാണ്, മയനൈസ് അല്ല, യോഗേർട്ടാണിത്. നല്ല പ്ലെയിൻ യോഗേർട്ട്. നല്ല പ്ലെയിൻ യോഗേർട്ട്, ഇതിലൊന്നും ചേർത്തിട്ടില്ല. നല്ല സൂപ്പർ സാധനം. പക്ഷേ യോഗേർട്ട് ഈ ബ്രെഡും കൂടി, ബ്രെഡല്ലത്,
ഇതെന്ത് സാധനം എന്ന് മനസ്സിലാവണില്ല. ഇതും കൂടി എങ്ങനെ തിന്നും? പെട്ട സാധനം. ഒരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു. ഞാനത് ആർത്തിയിൽ തന്നെ ആദ്യം പൊട്ടിച്ചു. പക്ഷെ ഞാൻ മണത്തൊക്കെ തിന്നില്ല. ഞാനപ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ പരിപ്പുവട, പഴംപൊരി, അങ്ങനെ കിട്ടുന്ന പോലത്തെ സാധനങ്ങൾ. ഇതെന്ത് സാധനമാണെന്ന് അറിഞ്ഞോടാ. ഇതും എന്താണെന്ന് അറിഞ്ഞോടാ. ഇതിൻ്റെ ഉള്ളിൽ മീറ്റാട്ടോ, ഫുൾ മീറ്റാ. പത്തിരിയൊക്കെ പോലെ ചിക്കൻ. ഇത് എക്സാക്റ്റ് പഴംപൊരി പോലെ ഇല്ലേ? പക്ഷെ പഴമല്ല, ഇതിൻ്റെ ഉള്ളിൽ യോഗേർട്ടാണ്. യോഗേർട്ടല്ല, സോറി, കോട്ടൺ ചീസ്. ഇതിൻ്റെ ഉള്ളിൽ കോട്ടൺ ചീസാണ്. ഇത് വെറും പ്ലെയിനാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലാന്ന് തോന്നുന്നു. വേറൊരു ബണ്ണ് ഒന്നുമില്ല, ഫുള്ള് ഇങ്ങനെയാണ്. ഇതെന്തോ കരിഞ്ഞ്, ഈ സംഭവം എന്തോ കരിഞ്ഞു പോയ പോലെയൊക്കെ ഉണ്ട്. എന്താ നോക്കട്ടെ. അതുപോലെ കഴിഞ്ഞിട്ടുണ്ട് സംഭവം, അത് കറക്റ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മീറ്റാ. ഈ മീറ്റൊക്കെ ഇവർ ഉപ്പും മഞ്ഞളൊന്നുമില്ല, ഉപ്പ്, കുരുമുളക്, ബട്ടർ മാത്രം ഇട്ടിട്ട് കുഴച്ച് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ വേറെ ഒന്നും അവർ ചേർക്കില്ല. വെളുത്തുള്ളി ഒന്നുമില്ല, ഇഞ്ചിയുടെ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. വേറെ പൊടികളോ അങ്ങനത്തെ ഒന്നും ഇടില്ല. അതിൽ കുഴപ്പമില്ല, സ്നാക്ക് നന്നായിട്ടുണ്ട്. കാരണം അതിൽ ഫില്ലിങ് മൊത്തം മീറ്റാണ് വരുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. സംഭവങ്ങളൊന്നും ചിലതൊന്നും കുഴപ്പമില്ല, ചിലതൊക്കെ ഓക്കെയാണ്, ചിലതൊന്നും നമ്മുടെ രുചിക്ക് പിടിക്കില്ല. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.